പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. 7ാം ക്ലാസ്സിലെ 2ാമത്തെ അധ്യായത്തിലെ 1ാമത്തെ വീഡിയോ ആണ്. ഇവിടെ കുറച്ച് ഓരോ പാക്കറ്റുകളാണ്. ഓരോ പാക്കറ്റിലും 2 കിലോഗ്രാം വീതം ഷുഗർ നിറച്ചിരിക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ പാക്കറ്റിൽ 2 കിലോഗ്രാം, രണ്ടാമത്തെ പാക്കറ്റിൽ 2 കിലോഗ്രാം, മൂന്നാമത്തെ പാക്കറ്റിൽ 2 കിലോഗ്രാം, അങ്ങനെ 4 പാക്കറ്റുകളിലായിട്ട് 2 കിലോഗ്രാം വീതം ഷുഗർ നിറച്ചിരിക്കുന്നു. അപ്പോൾ ആ ടോട്ടൽ എത്ര വരും? ഇതിലെ 2 പ്ലസ്, ഇതിലെ 2 പ്ലസ്, ഇതിലെ 2 പ്ലസ്, ഇതിലെ 2. അത് നമുക്ക് എന്ത് ചെയ്യാം? അതായത് ആഡിങ് 2 4 ടൈംസ് എന്ന് പറയുന്നതിനാണ് 4 × 2 എന്ന് പറയുന്നത്. അതായത് 4 പ്രാവശ്യം ആഡ് ചെയ്യാന്ന് പറഞ്ഞാണ് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാവുന്നത്. അപ്പോൾ 4 × 2 എന്ന് കിട്ടും. അപ്പോൾ 4 × 2 അതായത് 8 കിലോഗ്രാം. അതായത് റിപ്പീറ്റഡ് അഡീഷൻ ആണ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ 2 4 പ്രാവശ്യം കൂട്ടുക എന്ന് പറഞ്ഞാൽ 4 × 2. അപ്പോൾ 2 കിലോഗ്രാം വീതം ഓരോ പാക്കറ്റിൽ എടുത്തപ്പോഴാണ് 4 × 2 വന്നത്. ഇനി ഓരോ പാക്കറ്റിലും ഞാൻ അതിന് പകരം 3 കിലോഗ്രാം എടുത്തെന്ന് വിചാരിക്കാം. അപ്പോൾ 5 പാക്കറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ there are 5 packets and weight of each packet is 3 kilogram. How much is the total sugar in this 5 packets? എന്ത് പറ്റും? 3 plus 3 plus 3 plus, അതായത് 5 times adding 3 5 times. 3 adding 3 5 times. That is same as 5 × 3. That is 15 kilogram. Clear ആണല്ലോ? ഇനി അതിന് പകരം 4 പാക്കറ്റിലായിട്ട് 1/2 കിലോഗ്രാം വീതം ഷുഗർ ആണ് എടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ പാക്കറ്റിൽ 1/2 കിലോഗ്രാം ഷുഗർ, രണ്ടാമത്തെ പാക്കറ്റിൽ 1/2 കിലോഗ്രാം ഷുഗർ, മൂന്നാമത്തെ പാക്കറ്റിൽ 1/2 കിലോ, അങ്ങനെ 1/2 കിലോഗ്രാം വീതം നിറച്ച പാക്കറ്റ് 4 ആകെ ഷുഗറിന്റെ അളവ് എത്ര? അപ്പൊ എന്ത് വരും? ഇവിടെ പറഞ്ഞ പോലെ ആണെങ്കിൽ 1/2 പ്ലസ് 1/2 പ്ലസ് 1/2 പ്ലസ് 1/2, ദാറ്റ് ഈസ് 4 × 1/2. 4 × 1/2 എന്ന് പറയുമ്പോൾ എന്ത് വരും? 4 × 1/2 എന്ന് വരും. അതായത് 4/2 എന്ന് വരും. 4 × 1/2, അതായത് അരയര 1 1 1 2 എന്ന് നമ്മൾ സാധാരണ കൂട്ടാം. അതുപോലെ 4 × 1/2. അപ്പോൾ 4 × 1 4/2 എന്ന് എഴുതാം. സോ 4/2 ഈസ് 2 കിലോഗ്രാം. അപ്പോൾ 1/2 കിലോഗ്രാം വീതം 4 പാക്കറ്റിൽ എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ 2 കിലോഗ്രാം വരും. ക്ലിയർ ആണല്ലോ? ഇതേ ഇവിടെ 1/4 കിലോഗ്രാം വീതം, 4/1 കിലോഗ്രാം വീതം 4 പാക്കറ്റിലായിട്ട് വെച്ചിരിക്കുക. അപ്പോൾ ഒന്നാമത്തെ പാക്കറ്റിൽ 1/4 കിലോഗ്രാം, രണ്ടാമത്തെ പാക്കറ്റിൽ 4/1 കിലോഗ്രാം, മൂന്നാമത്തെ പാക്കറ്റിൽ 4/1 കിലോഗ്രാം. അപ്പോൾ ഈ 4 പാക്കറ്റിലും കൂടി എത്ര കിലോഗ്രാം ഉണ്ട്? എന്ത് ചെയ്താൽ മതി? ഇപ്പൊ പറഞ്ഞ പോലെ 1/4 പ്ലസ് 1/4 പ്ലസ് 1/4 പ്ലസ് 1/4 എന്ന് പറഞ്ഞാൽ 4 × 1/4. 4 × 1/4 എന്ന് പറഞ്ഞാൽ 4/4, ദാറ്റ് ഈസ് 1 കിലോഗ്രാം. അതായത് 4 × 1/4. അപ്പോൾ 4/4 അതായത് 1 കിലോഗ്രാം ആണ് ഈ 4 പാക്കറ്റിലും കൂടി ഷുഗറിന്റെ അളവ്. ഇനി നമുക്ക് എ ബോട്ടിൽ ഹോൾഡ്സ് എ 1/4 ലിറ്റർ ഓഫ് വാട്ടർ. ഒരു ബോട്ടിലിൽ 1/4 ലിറ്റർ വെള്ളം കൊള്ളും. ഹൗ മച്ച് ലിറ്റർ ഓഫ് വാട്ടർ ഈസ് നീഡഡ് ടു ഫിൽ 3 സച്ച് ബോട്ടിൽ? അതുപോലെ 3 ബോട്ടിൽ നിറയ്ക്കണമെങ്കിൽ എത്ര ലിറ്റർ വെള്ളം വേണം? ഒരു ബോട്ടിലിൽ 1/4 ലിറ്റർ, 1/4 ഓഫ് എ ലിറ്റർ. അപ്പോൾ 3 ബോട്ടിലാകുമ്പോഴോ 1/4 പ്ലസ് 1/4 പ്ലസ് 1/4, അല്ലെങ്കിൽ 3 ടൈംസ് ഓഫ് 1/4. ഒരു ബോട്ടിൽ 1/4 ലിറ്റർ. അപ്പോൾ 3 ബോട്ടിലിൽ 3 ടൈംസ് ഓഫ് 1/4 എന്ന് പറഞ്ഞാൽ 3 × 1/4. അപ്പോൾ 3/4 ലിറ്റർ ആയിരിക്കും. 3/4 ലിറ്റർ വാട്ടർ ഉണ്ടെങ്കിൽ ഈ 3 ബോട്ടിൽ നിറയ്ക്കാൻ പറ്റും. അപ്പോൾ നോട്ട് ടു ഫിൽ 3 ബോട്ടിൽ വാട്ടർ, ഈച്ച് holds a 1/4 of a liter. The quantity of water needed is 3/4 liter. Clear ആയോ? വേറൊരു എക്സാമ്പിൾ നോക്കാം. 5 strings, each a 1/4 meter long, are placed end to end. What is the total length of the rope? അതായത് 5 സ്ട്രിങ്സ് ഉണ്ട്. ആ 5 സ്ട്രിങ്സും ഈ ഓരോന്നിൻ്റെയും 5 ഓരോ കഷ്ണത്തിൻ്റെയും നീളം എന്ന് പറഞ്ഞാൽ ഈച്ച് എ 1/4 മീറ്റർ ലോങ്. ഒരു 1/4 മീറ്റർ, 1/4 മീറ്റർ എന്ന് പറഞ്ഞാൽ 1/4 മീറ്റർ, 1/4 മീറ്റർ ലെങ്ത് ഉള്ള 5 പീസ് ഇങ്ങനെ നിരത്തി കണ്ടിന്യൂസ് ആയിട്ട് വെച്ചു. അതിനോടടുത്ത് ചേർത്ത് വെച്ചു, അതിനോടടുത്ത് ചേർത്ത് വെച്ചു. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ലെങ്ത് എത്രയായിരിക്കും എന്നാണ് ചോദിക്കും. അപ്പോൾ എന്ത് വരും? ഈ പറഞ്ഞ 1/4
പ്ലസ് 1/4 പ്ലസ് 1/4 പ്ലസ് 1/4 പ്ലസ് 1/4 എന്ന് പറഞ്ഞാൽ 5 ടൈംസ് 1/4. 5 ടൈംസ് 1/4 എന്ന് പറയുമ്പോൾ 5 ഇൻറ്റു 1/4. 5 ഇൻറ്റു 1/4 എത്രയാണ്? 5/4. ഈ 5/4 നമുക്ക് എങ്ങനെ എഴുതാം? 4/4 പ്ലസ് 1 എഴുതാം. 1/4 എന്ന് എഴുതാം. 4/4 പ്ലസ് 1/4 അതായത് 1/4 മീറ്റർ. 4/4 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 5/4 ആണിത്. അപ്പോൾ 4/4 എടുത്തു കഴിഞ്ഞാൽ 1 വരും, ബാക്കി ഒരു 1/4 വരും. അപ്പോൾ അല്ലെങ്കിൽ 5നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം വരും, ബാക്കി 1/4 വരും. അതായത് 1/4 1.25 മീറ്റർ ആയിരിക്കും ടോട്ടൽ ലെങ്ത് ഓഫ് ദി റോപ്പ്. ക്ലിയർ ആണോ? അപ്പൊ അങ്ങനെയാണെങ്കിലേ വേറൊരു ക്വസ്റ്റ്യൻ പോവാം. മറ്റൊരു ക്വസ്റ്റ്യൻ. ഈച്ച് പീസ് ഓഫ് പംകിൻ വെയ്സ് എ 1/4 കിലോഗ്രാം. ഓരോ കഷ്ണം മത്തങ്ങയുടെ വെയിറ്റ് എത്രയാണ്? 1/4 കിലോഗ്രാം, 1/4 കിലോഗ്രാം ആണ്. വാട്ട് ഈസ് ദി വെയിറ്റ് ഓഫ് 2 സച്ച് പീസസ്? അതുപോലെ 2 പീസ് എടുത്താൽ അതിന്റെ വെയിറ്റ് എന്തായിരിക്കും? വെയിറ്റ് ഓഫ് 4 പീസസ്, 4 പീസ് എടുത്താൽ എന്തായിരിക്കും വെയിറ്റ്? അങ്ങനെയാണ് 6 പീസ് ആണെങ്കിലും. അപ്പോൾ പംകിൻ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറുക്കിച്ചു വെച്ചിരിക്കുകയാണ്. ഒരു കഷ്ണത്തിന്റെ ഈച്ച് പീസ് ഓഫ് പംകിൻ വെയ്സ് 1/4 കിലോഗ്രാം, 4 കിലോഗ്രാം, 1/4 കിലോഗ്രാം. അങ്ങനെയാണെങ്കിൽ വെയിറ്റ് ഓഫ് 1 പീസ് 1/4 കിലോഗ്രാം ആണ്. എത്ര പീസിന്റെ അത് ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദി വെയിറ്റ് ഓഫ് 2 സച്ച് പീസസ്? അപ്പോൾ വെയിറ്റ് ഓഫ് 2 പീസസ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 1/4. 2 ഇൻറ്റു 1/4 എന്ന് പറഞ്ഞാൽ 2 ടൈംസ് ഓഫ് 1/4 ആണ്. അത് 2 ഇൻറ്റു 1/4 അതായത് 2/4. 2/4 നമുക്ക് 1/2 എന്ന് സിംപ്ലിഫൈ ചെയ്യാം. 1/2. 2/4നെ 2നെയും 4നെയും 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പോൾ 2/2 1, 4/2 1, 4/2 2. അപ്പോൾ 1/2 കിലോ. അപ്പോൾ 2/4 കിലോഗ്രാം ചേർന്നാൽ ഒരു 1/2 കിലോഗ്രാം വരും. അപ്പോൾ 1/2 kg ആണ് വെയിറ്റ് ഓഫ് 2 പീസസ്. Now what is the weight of 4 such pieces? Weight of 4 pieces വരുമ്പോഴോ 4 pieces വരുമ്പോൾ 4 into 1/4 വരും. 4 into 1/4 എത്രയാ? 1 കിലോഗ്രാം. 4 into 1/4 എന്ന് പറഞ്ഞാൽ 4/4 അതായത് 1 കിലോഗ്രാം വരും. അത് 6 പീസ് ആണെങ്കിലോ 6 into 1/4 വരും. 6 into 1/4 എന്ന് പറയുമ്പോൾ 4/4 പ്ലസ് 2/4 അതായത് 4/4 1 ആണ്, പ്ലസ് 2/4 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. അപ്പോൾ എന്ത് വരും? 1/2 അതായത് 1.5 കിലോഗ്രാം വരും. 4 കാല് കൂടുമ്പോൾ 1 കിലോഗ്രാം, പിന്നെ 2 കാല് വരുമ്പോൾ 1/2 കിലോഗ്രാം. അപ്പോൾ 1.5 കിലോഗ്രാം വരും. അപ്പോൾ ഒരു പീസ് 2 പീസ് ആണെങ്കിൽ 1/2 കിലോഗ്രാം, 4 പീസ് ആണെങ്കിൽ 1 കിലോഗ്രാം, 6 പീസ് ആണെങ്കിൽ 6 ഇൻറ്റു 4 അതായത് 1.5 കിലോഗ്രാം. 6/4 അതായത് 3/2 1 and 1/2 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? വേറൊരു എക്സാമ്പിൾ നോക്കാം. We can fill a cup with 1/3 liter of milk. How much liter is needed to fill 2 cups? And how much liter is needed to fill 4 cups? ഇത്രയാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കിയേ, we can fill a cup with 1/3 liter. 1/3 ലിറ്റർ ഉണ്ടെങ്കിൽ ഒരു കപ്പിൽ ഫിൽ ചെയ്യാം. How much liter is needed to fill 2 such cups? അപ്പോൾ 2 കപ്പിൽ വേണമെങ്കിൽ എന്ത് വരണം? ഒരു കപ്പിൽ 1/3 ലിറ്റർ, 2 കപ്പിൽ 2 ടൈംസ് ഓഫ് 1/3 അതായത് 2 ഇൻറ്റു 1/3 അതായത് 2/3 ലിറ്റർ വേണം. 2 കപ്പിലാവുമ്പോൾ 2/3 ലിറ്റർ മിൽക്ക് വേണം. ഇനി 4 കപ്പ് ആവുമ്പോഴോ 4 കപ്പ് ആവുമ്പോൾ 4 ഇൻറ്റു 1/3. 4 ഇൻറ്റു 1/3 എന്ന് പറഞ്ഞാൽ 4/3 എന്ന് വരും. അപ്പോൾ 4/3 4 ഇൻറ്റു 1/3 4/3. 4/3 എന്ന് പറയുന്നത് 1/3 ലിറ്റർ. 3/3 എന്ന് പറഞ്ഞാൽ 1, 3/3 പ്ലസ് 1/3 അതായത് 1/3 ലിറ്റർ. അപ്പോൾ 4 കപ്പ് ഫിൽ ചെയ്യണമെങ്കിൽ എത്ര വേണം? 1/3 ലിറ്റർ വേണം. വേറൊരു എക്സാമ്പിൾ. What is the length of 4 pieces of ribbon, each of length 3/4 meter? What about 5 pieces എന്നാണ്. അതായത് what is the length of 4 pieces of ribbon, each of length 3/4 meter? ഒരു മീറ്ററിന് ഒരു പീസിന് 3/4 മീറ്റർ ലെങ്ത് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ what is the length of 4 pieces? 4 പീസ് വരുമ്പോൾ എന്ത് വരും? ഒരു പീസിന് 3/4 ആണ്. അപ്പോൾ 4 പീസ് വരും 4 ഇൻറ്റു 3/4 എന്ന് പറഞ്ഞാൽ 4 ക്യാൻസൽ ചെയ്യാം, ബാക്കി 3 മീറ്റർ അല്ലെങ്കിൽ 4 ഇൻറ്റു 3 12/4 3 മീറ്റർ. സോ 4 പീസ് ആണെങ്കിൽ
3 meter വരും. ഓക്കെ, വാട്ട് അബൌട്ട് 5 pieces? 5 പീസ് വരുമ്പോൾ 5 into 3/4 വരും. 5 into 3 എന്ന് പറഞ്ഞാൽ 15/4 വരും. 15 എന്ന് പറയുമ്പോൾ 4 എന്ന് പറഞ്ഞാൽ 12/4 plus 3/4 എന്ന് എഴുതാം. അതായത് 3 and 3/4 ലിറ്റർ. അതായത് 4 പീസ് വരുമ്പോൾ 3 ലിറ്റർ എന്ന് പറഞ്ഞു. പിന്നെ ഒരു പീസ് എത്രയാണ്? 3/4 ലിറ്റർ. അപ്പോൾ 3/4 ലിറ്റർ എന്ന് 3/4 മീറ്റർ ലെങ്ത് ആണ്. അപ്പോൾ 3/4 മീറ്റർ എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്ത വേറൊരു ക്വസ്റ്റ്യൻ പോവാം. ഇറ്റ് ടേക്സ് 1/4 hour to walk around a playground. Time for 4 times. What about 7 times ആണ്? അപ്പോൾ ഒരു പ്ലേ ഗ്രൗണ്ടിന് ചുറ്റും ഇങ്ങനെ ഒരു പ്രാവശ്യം നടക്കണമെങ്കിൽ 1/4 hour, അതായത് 1/4 hour വേണം. അങ്ങനെയാണെങ്കിൽ 4 പ്രാവശ്യം നടക്കണമെങ്കിൽ എത്ര സമയം എടുക്കും? അപ്പൊ എന്ത് വരും? 4 into 1/4 വരും. 4 into 1/4 എന്ന് പറഞ്ഞാൽ 4/4, ദാറ്റ് ഈസ് 1 hour വരും. 4 പ്രാവശ്യം നടക്കണമെങ്കിൽ 1 hour. അപ്പൊ 7 times ആണെങ്കിലോ? 7 times ആണെങ്കിൽ 7 into 1/4 എന്ന് വരും. 7 into 1/4 എന്ന് പറഞ്ഞാൽ 7/4. അപ്പോൾ 7/4 എന്ന് പറഞ്ഞാൽ എത്ര വരും? 4/4 1 ആണ്. അപ്പോൾ 7/4 വരുമ്പോൾ 4/4 plus 3/4, 3/4, 1.25 മണിക്കൂർ സമയം കൊണ്ട് എന്ത് ചെയ്യാം? 7 പ്രാവശ്യം ഗ്രൗണ്ടിന് ചുറ്റും നടക്കാം. ഒരു പ്രാവശ്യം നടക്കണമെങ്കിൽ 4 മണിക്കൂർ. അപ്പോൾ 4 പ്രാവശ്യം ആകുമ്പോൾ 4 into 4 7 പ്രാവശ്യം ആകുമ്പോൾ 7 into 4 7 into 4 എന്ന് പറഞ്ഞാൽ 7 into 1/4 എന്നാണ്. അതായത് 7/4. അപ്പോൾ ഇതുപോലെ മൾട്ടിപ്ലിക്കേഷനെ, ഫ്രാക്ഷനെ ഇതുപോലെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ കണ്ടത്. കുറച്ച് എക്സാമ്പിൾ കൂടി ഉണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. അത് ഇതുപോലെ നിങ്ങൾ ചെയ്തു നോക്കുക. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.